സർ, കെ സുധാകരൻ എന്തുകൊണ്ടായിരിക്കാം ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ആ ഒരു പിന്തുണ കെ.സിക്ക് നൽകിയത്? രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളും വ്യക്തിപരമായ ഉദ്ദേശങ്ങളും പിന്നെ ഗ്രൂപ്പിന്റെ കീഴിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ പേരിലോ ഒക്കെ മാറ്റി മാറ്റി പറയുന്ന ഒരു നേച്ചറുള്ള രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഒരു മുൻ KPCC പ്രസിഡന്റ് എടുത്തു. അതുകൊണ്ട് തന്നെ നിലപാടുകളില്ലാത്ത ഒരു വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്നാണ് ഒറ്റ നോട്ടത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ ആർക്കാണ് കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യത? സുധാകരൻ എന്ന മുൻ KPCC പ്രസിഡന്റ് ഓരോ പ്രസ്താവന പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും അവിടെ ഈ പ്രസ്താവനയിൽ ആരെയാണോ പുള്ളി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു മുൻ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോ MP ആയിട്ടുള്ള അത്യാവശ്യം കണ്ണൂരിലെ ജനങ്ങൾ പ്രിയപ്പെട്ടവനായി കാണുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ദിവസം രമേശ് ചെന്നിത്തലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം വേറെ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഫേസ്ബുക്ക് കുറിപ്പിടുന്നു, പത്രത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ന്യൂസ് വരുന്നു, അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അല്ല, ആരോ അത് അദ്ദേഹത്തിന് വേണ്ടി ഇട്ടതാണ് എന്നെല്ലാം പറയുമ്പോൾ ആരെയോ പേടിക്കുന്നു. ചില ആളുകൾ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ അത് തന്റെ ഭാവിക്കോ അല്ലെങ്കിൽ തന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഭാവിക്കോ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ താൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുടെ കയ്യിലെ ഒരു പന്തായിട്ട് സുധാകരനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ മാറുമ്പോൾ അവരുടെയൊക്കെ ഒരു കാലം കോൺഗ്രസില് അസ്തമിച്ചു എന്ന ഒരു പ്രതീതി പൊതുജനങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്തുകൊണ്ടാവാം ഈ VD സതീശനോട് ഒരു വൈരാഗ്യം ഉള്ളതുപോലെ പെരുമാറുന്നത്? വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു വൈരാഗ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം പലപ്പോഴും ഈ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും ഒരു പാർലമെന്റേറിയൻ അല്ലാത്ത ചില പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചപ്പോൾ പോലും ശ്രീ VD സതീശൻ അത് കണ്ണൂർ ശൈലിയിലുള്ള ഒരു സംസാരമാണ്, അതിന് ഞാൻ എൻ്റെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സുധാകരേട്ടൻ പറഞ്ഞേക്കുന്നതാണ്, അതുകൊണ്ട് ഞാനതിന് വലിയ എനിക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല, അദ്ദേഹത്തിനെ ഉപദേശിക്കാനും ശകാരിക്കാനും ഒക്കെ കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന VD സതീശനെതിരെ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് VD സതീശന്റെ ഒരു സ്വീകാര്യതയിൽ കേരള സമൂഹം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി കേരള സമൂഹം കാണുന്ന ഒരു വ്യക്തിയോടുള്ള അസൂയ എന്നേ പറയാനുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ K സുധാകരനും ശ്രീ VD സതീശനും വ്യക്തിപരമായി നല്ല ബന്ധത്തിൽ തന്നെയാണ്. പിന്നെ ഒപ്പം തന്നെ തൽപര കക്ഷികള് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊത്ത് തുള്ളാൻ നിൽക്കുന്ന ഒരു K സുധാകരന്റെ മുഖവും നമുക്ക് അവിടെ കാണാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ VD സതീശനും ശ്രീ സുധാകരനും പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ്. അത് ഡൽഹിയിലെ വിഷയം ഉണ്ടായപ്പോഴും അതിന് ശേഷവും സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ വേറെ ചില അജണ്ടകൾ അതിന്റെ പിന്നിലുണ്ടാകാം. ഏതായാലും ശ്രീ KC വേണുഗോപാല് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തെളിച്ചു തന്നെ പറയാം. കാരണം അദ്ദേഹം ഇപ്പോ MP ആണ്. ആ MP ആയിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് മാറ്റി അവിടെ ആലപ്പുഴയിൽ ബൈ ഇലക്ഷൻ വരുന്നു. അദ്ദേഹം കേരളത്തിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ ബൈ ഇലക്ഷൻ വരുന്നു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചട്ടക്കൂട്ടിൽ അത്തരത്തിലൊരു നടപടിക്ക് ഹൈക്കമാൻഡ്
തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ വരുന്ന 2 ചാൻസ്, ഒന്ന് ശ്രീ രമേശ് ചെന്നിത്തല, 2 ശ്രീ വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്നെ അറിയാം, ഈ ഇലക്ഷന് ജനങ്ങള് ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്, ആരാണ് ഈ ഇലക്ഷന്റെ വിജയമായാലും പരാജയമായാലും ഏറ്റെടുത്തത് എന്നും, അദ്ദേഹം നടത്തിയ, ശ്രീ വി ഡി സതീശൻ നടത്തിയ കേരള യാത്ര ഈ ഇലക്ഷന് എത്രമാത്രം സ്വാധീനിച്ചു എന്നും ഒക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. പല കോൺഗ്രസ് നേതാക്കളും പല കോൺഗ്രസ് കുടുംബങ്ങളും സാധാരണക്കാരുൾപ്പെടെ ഈ തവണ വി ഡി സതീശൻ വരട്ടെ, വി ഡി സതീശനാണ് അതിന്റെ ആപ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നു. മറ്റു ചിലർ ഒരു പടി കൂടി കടന്നു പറയുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ, സജീവ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പറയാൻ പറ്റില്ല, വീട്ടമ്മമാരുൾപ്പെടെയുള്ള കോൺഗ്രസ് അനുഭാവികൾ പറയുകയാണ്, ഈ തവണ സതീശനല്ല എങ്കിൽ ഞങ്ങളില്ല ഈ പാർട്ടിയിൽ എന്നുവരെ പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകള് ഉള്ളപ്പോൾ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം, അതായത് ശ്രീ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്ത ഒരു തീരുമാനം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മന്ത്രിയായിട്ടും അതോടൊപ്പം തന്നെ ദീർഘനാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയല്ലേ? വി ഡി സതീശന് MLA ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ശക്തമായ പ്രതികരണത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നടപടി ക്രമങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം അതില് സമർത്ഥനാണ്. നല്ല പാർലമെന്റേറിയൻ എന്നുള്ള അവാർഡ് വരെയും കിട്ടിയിട്ടുള്ളതാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹം കാല് കുത്തിയ മേഖലയിലെല്ലാം നന്നായിട്ട് ശോഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം 30 കൊല്ലം മുമ്പ് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ നല്ലവണ്ണം കേസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവതരണ രീതി, അതുകൂടാതെ അദ്ദേഹം ഏറ്റെടുത്ത ഓരോ സ്ഥലങ്ങളിലും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് അദ്ദേഹം മെമ്പറാകാൻ റെഡിയായിരുന്നു. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് മന്ത്രിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. സാമുദായിക ബന്ധങ്ങളും മറ്റു പല ഘടകങ്ങളും ഒക്കെ നോക്കിയപ്പോ അന്ന് മന്ത്രിയായില്ല. അത് അദ്ദേഹത്തിനെ സ്പീക്കറാകാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ, ഞാനില്ല. നിലപാടുള്ള ആളാണ്, ഞാൻ സ്പീക്കറാകാനില്ല. അപ്പോഴും നിയമസഭയിലായാലും മന്ത്രിസഭയിലായാലും പലപ്പോഴും സതീശന്റെ വാക്കുകൾക്ക് അതീവ പ്രാധാന്യം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പ്രവർത്തന പരിചയമുള്ള ആളാണ്. മുസിരീസ് പദ്ധതി, അതേപോലെ തന്നെ സർക്കാരിന് പോലും കഴിയാത്ത വീടുകൾ വെച്ചു കൊടുക്കുന്ന പുനർജനി പദ്ധതികള്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. മറ്റു പലരും മറന്നുപോയേക്കാം. ഉച്ചക്കഞ്ഞി ഉച്ചയിലെ ചോറാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി കേരള നിയമസഭയില് അവതരിപ്പിച്ച് അതിന് ഒരു ശക്തമായ അടിത്തറയിട്ടത് ശ്രീ വി ഡി സതീശനാണ്. ആ പദ്ധതി പറവൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ ആ പദ്ധതി അങ്ങനെ തന്നെ ബാക്കി എല്ലാ MLA-മാരും അത് ഏറ്റെടുത്തു. അങ്ങനെ ഏത് പദ്ധതിയിലും ഏതൊരു കാര്യത്തിലും വിശാലമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്, കമാൻഡിങ് പവറും ഉണ്ട്. മാത്രമല്ല കേരള ജനത അദ്ദേഹത്തിനെയും കൂടി, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെയും കൂടി കണ്ടുകൊണ്ടാണ് ഈ തവണ UDF-ന് ഒരു വിജയം സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. ടേം വ്യവസ്ഥ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇരുവരുടെയും നിലപാട്? ഇപ്പൊ വി ഡി സതീശന് 2.5 വർഷവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് 2.5 വർഷവുമാണ് എന്നുള്ള ടേം വ്യവസ്ഥ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും അംഗീകരിക്കുമോ? ഒരിക്കലും ശ്രീ വി ഡി സതീശൻ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം കേരള ജനതയുടെ മുന്നില് ഇപ്പൊ തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക നിലയിലും സാമൂഹ്യ വ്യവസ്ഥയിലും വൻ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അടുത്ത 5 വർഷം നടപ്പാക്കാനുള്ള പദ്ധതികളുടെ ഒരു രൂപരേഖയുമായിട്ടാണ് ശ്രീ വി ഡി സതീശൻ ജനങ്ങളെ സമീപിച്ചത്. അതുകൊണ്ട്
ഒരു ടേം വ്യവസ്ഥയില് 2.5 കൊല്ലം ഒരാളും 2.5 കൊല്ലം വേറൊരാളും എന്ന നിലയിലേക്ക് പോയാൽ ഈ പദ്ധതി, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തെ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ പോസിറ്റീവാക്കി കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാമെന്നുള്ള വലിയ പദ്ധതിയാണ് ശ്രീ വി ഡി സതീശൻ ജനങ്ങളുടെ മുന്നിൽ വച്ചിട്ടുള്ളത്. ആ പദ്ധതി നടപ്പാക്കാൻ അദ്ദേഹത്തിന് ഒരു ഫുൾ ടേം കിട്ടിയേ മതിയാകൂ എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കും. ഇല്ലെങ്കിൽ വേണ്ട, മറ്റവരെ വച്ചോട്ടെ എന്ന ഒരു നടപടിയിൽ അദ്ദേഹം മാറി നിൽക്കാനാണ് സാധ്യത. നിലപാടുകളുടെ ഒരു ശക്തനായ വക്താവാണ് ശ്രീ വി ഡി സതീശൻ. മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അദ്ദേഹത്തെ സ്പീക്കറാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആകില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്പീക്കറാകാനില്ല എന്ന് പറഞ്ഞ് ആ ശക്തി തീരുമാനത്തെ അടിയുറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടേം വ്യവസ്ഥയിൽ ഒരിക്കലും സമ്മതിക്കില്ല. മറ്റേയാൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മാറും. പക്ഷെ അവിടെ ഒരു സംഭവമുണ്ട്. കേരള ജനത സ്വപ്നം കണ്ടത് വി ഡി സതീശന്റെ നിർദ്ദേശങ്ങള് നടപ്പാക്കുന്ന വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്. അത്തരത്തിലുള്ള ഒരു മന്ത്രിസഭയല്ല വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തില് ജനങ്ങളുടെ